കോൺഗ്രസ് സർക്കാരിൻ്റെ നേതാക്കന്മാരെല്ലാം കൂടെ ഇത് ഒരിക്കലും ഇവിടെ വരരുത്, കൊച്ചിയിൽ വരണം എന്നുള്ള അവരുടെ ഒരു താല്പര്യം. ആ കേസ് നിലവിൽ വരുമ്പോൾ അത് ഉള്ളപ്പോൾ ഈ സാന്റിയാഗോ മാർട്ടിൻ 1600 കോടി രൂപയാണ് ഇവിടെ ടാക്സ് കൊടുക്കാനുള്ളത്. പക്ഷേ അതൊരു വ്യക്തി വൈരാഗ്യം അങ്ങനെയുള്ള ഒന്നും രീതിയിലല്ല, ആദർശങ്ങളുടെ സംഘർഷം എന്നുള്ള നിലയിലാണ്. പക്ഷേ ഇങ്ങനൊരു സംസാരം ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നടക്കുന്നത് എനിക്കറിയാം. നമ്മെ വിട്ടുപിരിഞ്ഞ സമരസൂര്യൻ VS അച്യുതാനന്ദൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ശശിധരൻ നായർ സാറാണ്. സാറേ നമസ്കാരം. സാറേ, VS എന്ന 2 അക്ഷരം, അത് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വെരി സ്പെഷ്യൽ എന്ന ഒരു വ്യക്തിത്വമാണ്. VSൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലഘട്ടവും അതിനുശേഷവും ആ വ്യക്തിബന്ധം ഉണ്ടായിരുന്നല്ലോ. സാർ എങ്ങനെയാണ് VSനെ ഓർത്തെടുക്കുന്നത്? VS ഒരു പ്രായം ആകുന്തോറും സ്വയം നവീകരിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. സാധാരണ നമ്മളൊരു 70 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ പൊതുവിൽ പുറകോട്ട് മാറുന്ന എല്ലാ ആളുകളും പുറകോട്ട് മാറുന്ന ഒരു രീതിയാണുള്ളത്. പക്ഷേ ഈ സമയത്താണ് അദ്ദേഹം വളരെയധികം മുന്നോട്ട് നീങ്ങിയത്. ഏത് കാര്യങ്ങൾ പഠിക്കുന്നതിനും അത് പ്രസൻറ്റ് ചെയ്യുന്നതിനും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഊർജ്ജമെന്ന് പറയുന്നത് നമുക്ക് ഭാവന ചെയ്യുന്നതിനപ്പുറത്താണ്. ഏത് വിഷയമെടുത്താലും അതിൻ്റെ ബേസ് തൊട്ട് പഠിക്കുന്നതിനും ഈ ഒരു പ്രായം അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ബാറായിരുന്നില്ല. ഏത് കാര്യത്തിനും അങ്ങനെ നല്ല രീതിയിൽ ഇടപെടുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് തൊട്ട് ആഹാര രീതി തൊട്ട് എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ടച്ചുള്ള ഒരാളാണ്. ആ ടച്ച് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. എടുക്കുന്ന കേസുകളിലുണ്ടായിരുന്നു, എടുക്കുന്ന ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഒരാളിനെ അങ്ങനെ കണ്ടെടുക്കാൻ കഴിയത്തില്ല. അത്രയ്ക്കും ഒരു പ്രത്യേകതയുള്ള, താങ്കൾ പറഞ്ഞ പോലെ വെരി സ്പെഷ്യലായ ഒരു മനുഷ്യനായിരുന്നു. സാർ, പിന്നെ മറ്റൊരു കാര്യം, ഒരു പ്രതിപക്ഷ നേതാവ്, കേരളം കണ്ടതിൽ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ്, സ്വാഭാവികമായും അന്ന് അദ്ദേഹം ഏറ്റെടുത്ത സമരങ്ങൾ, അദ്ദേഹം കേരളത്തിൽ ഉടനീളമുള്ള ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് മാത്രമല്ല അന്നത്തെ ഭരണകർത്താക്കളെ നിരന്തരം വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല സാക്ഷാൽ ലീഡറെയും അതേപോലെ തന്നെ ബാലകൃഷ്ണപിള്ളയും പോലെയുള്ള വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. VSന് ഈ ഒരു കൃത്യമായിട്ടും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള ഒരു ഊർജം VSന് മറ്റ് നേതാക്കളെക്കാളും കുറച്ച് കൂടുതലുണ്ട്. അത് എങ്ങനെയാണ് സാർ ഓർത്തെടുക്കുന്നത്? കാരണം ഈ ജനങ്ങൾക്കിടയിലെ VS, ജനങ്ങളില്ലാതെ ഒരിക്കലും VS ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? VSന് ഈ വലിയ ആൾക്കാരോട് വലിയ പ്രതിപത്തിയുള്ള ആളല്ല. ഇപ്പോൾ നമ്മളവിടെ ഉള്ളപ്പോൾ തന്നെ കാണാൻ വലിയ വലിയ വ്യവസായികളും ഒക്കെ വരും. ആ വ്യവസായികളൊക്കെ വന്നാലും അവരോടൊക്കെ VSന് ഉള്ള ഒരു ലോഹ്യം എന്നുള്ളതല്ലാതെ ഈ ഒരു പാവപ്പെട്ട ഒരാൾ വരുമ്പോൾ അയാളോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയും അയാളുടെ പ്രശ്നത്തിലേക്ക് ഇടപെടുന്നതിലും ഒരു പെറ്റീഷൻ കിട്ടിയാലേ സാധാരണ നമ്മളിങ്ങനെ ഒന്ന് നോക്കി അങ്ങ് കളയും. ഇത് ആദ്യം തൊട്ട് അവസാനം വരെ അത് വായിക്കും. ആ വായിച്ചതിന് ശേഷം അതുവരെ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് വായിക്കും. എന്നിട്ട് മുഖത്തോട്ട് നോക്കിയിട്ടായിരിക്കും ഒരു ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെ പാവപ്പെട്ടവരുടെ പ്രശ്നത്തിൽ അദ്ദേഹം വളരെ ശുഷ്കാന്തിയുള്ള ഒരാളായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സമരം ഏറ്റവും കൂടുതൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടതും ഈ അദ്ദേഹത്തിനെ ഒരുപാട് ആക്ഷേപിക്കുകയും ചെയ്ത ഒരു സമരമാണല്ലോ ഈ തണ്ണീർത്തടം, അതിൻ്റെ ഒരു ഇഷ്യൂ. അപ്പോൾ ആദ്യം അദ്ദേഹം തുടങ്ങിയപ്പോഴേ വെട്ടിത്തരുത്തൽ എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ആളുകളിലെ നാനാവിധത്തിലുള്ള ആളുകളും അതിനെതിരെ വലിയ വളരെ പാർട്ടിയിൽ നിന്നുൾപ്പെടെ വളരെ മോശമായ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിനുണ്ടായത്. പക്ഷേ ആ ഒരു ഇഷ്യൂ നമ്മളെടുത്ത് പരിശോധിച്ചാൽ 2-3 കാര്യങ്ങൾ ആ സമരത്തിലുണ്ട്. ഒന്ന്, കർഷക തൊഴിലാളി, പാവപ്പെട്ട കർഷക തൊഴിലാളി, അവൻ്റെ ജോലി നഷ്ടപ്പെടുന്നു. തണ്ണീർത്തടങ്ങൾ നികത്തുമ്പോൾ
ആ ജോലി ഇല്ലാതാകുന്നു. അത് ഒരു പ്രശ്നം അദ്ദേഹത്തെ സംബന്ധിച്ച്. മറ്റൊന്ന് കേരളത്തിൻ്റെ ആഹാര പ്രശ്നം. അന്നാണ് അദ്ദേഹം ഒരു പുതിയ വേർഡ് നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്നത്, അരിയാഹാരം കഴിക്കുന്ന മനുഷ്യൻ ആളുകൾ എന്ന് പറഞ്ഞത് അതാണ്. അരിയാണ് നമ്മുടെ പ്രധാന ആഹാരം. അപ്പോൾ നെൽവയൽ അങ്ങനെ നികത്താൻ പാടില്ല എന്നുള്ള ആ ഒരു കാര്യം. മറ്റൊന്ന് പാരിസ്ഥിതിക പ്രശ്നം. ഈ 3 കാര്യങ്ങളും ഒരുമിച്ചുള്ള ഒരു സമരം ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സമരം കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന് അത് പിന്നെ അതിൻ്റെ അവസാനം എന്തായെന്ന് അറിഞ്ഞൂടെ? അത് കേരളത്തിലൊരു നിയമമായി മാറി. തണ്ണീർത്തടം നികത്തുന്നതിനുള്ള ഒരു നെൽവയൽ തണ്ണീർത്തടം നികത്തുന്നതിനുള്ള ഒരു പുതിയ നിയമം വന്നു. അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അതിപ്പോൾ ഇന്ത്യയിലാകെ അതൊരു ചർച്ചാ വിഷയമായ ഒരു കാര്യമായി മാറി. നെൽപ്പാടങ്ങളോ അല്ലെങ്കിൽ കൃഷിയിടങ്ങളോ നികത്താനോ അത് കൺവേർട്ട് ചെയ്യാനോ പാടില്ല എന്ന രീതിയിൽ പാർലമെൻറ്റിൽ പോലും അതിനനുകൂലമായ ചില നിയമങ്ങളും റൂളുകളും ഒക്കെ വന്നിട്ടുണ്ട്. അത് അങ്ങനെ ഒരു കാര്യത്തിൻ്റെ അത് എത്രത്തോളം വ്യാപകമായി അത് എന്നുള്ളത് ആലോചിച്ച് നോക്കും. VS മറ്റ് ഒരു തരത്തിലേക്ക് പറഞ്ഞാൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ സമകാലീനനായിരുന്ന പിരപ്പൻകോട് മുരളി ഉൾപ്പെടെയുള്ള ആളുകൾ, അപ്പോൾ ആ പിരപ്പൻകോട് മുരളി സഖാവ് പറഞ്ഞ ഒരു വാക്കുണ്ട്, VSനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധേയമാക്കി പാർട്ടി. VSനെതിരെ വലിയ തോതിൽ ഒരു പാർട്ടി വേദിയിൽ VSനെ അധിക്ഷേപിച്ച് സംസാരിച്ച ഒരു വലിയ വായനാശീലമുള്ള ഒരു യുവ നേതാവ്. അത് സ്വാഭാവികമായിട്ടും അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അയാൾ VSനെ വിമർശിച്ചത് കൊണ്ട് ആ വിമർശിക്കുന്ന സമയത്ത് പാർട്ടിയിലെ ഒരു സഖാക്കളും അത് തിരുത്തിയില്ല. മാത്രമല്ല VSനെ വിമർശിച്ചതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒക്കെ വന്നു. പിരപ്പൻകോട് മുരളി ഒരു പുസ്തകം എഴുതാൻ പോവാണ് VSനെ പറ്റി. അങ്ങനെ ആ ഒരു പുസ്തകം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വലിയ ചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ VSനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധേയമാക്കിയ അങ്ങനെ ഒരു ശ്രുതി കേൾക്കുന്നത് ഉള്ളതാണോ സാർ? ഞാൻ അതുണ്ടായെന്ന് പറയുന്നത് പാർട്ടി കമ്മിറ്റികളിലാണ്. ആ കമ്മിറ്റികളിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു സംസാരം പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നടക്കുന്നത് എനിക്കറിയാം. അത് വെച്ചിട്ടാണല്ലോ അദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ അത് വെച്ചിട്ടാണ് പാളയം ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിലെ VSൻ്റെ പ്രസിദ്ധമായ ഒരു സംഭാഷണം വന്നല്ലോ. അങ്ങനെ ചെയ്യുന്നു, ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെല്ലാം ആലോചിക്കുന്നു. അത് ആ നിലയിലുള്ള ഒരു കാര്യമല്ലാതെ അതാര് പറഞ്ഞെന്നോ ഒന്നും പറ്റി ഞാൻ ആ കമ്മിറ്റികളിൽ പങ്കെടുത്തിട്ടില്ല, എനിക്കറിയത്തില്ല. എന്നോട് VS അത് പറ്റി സംസാരിച്ചിട്ടുമില്ല. പക്ഷേ ഈ പ്രസംഗിക്കാൻ പോകുന്ന ദിവസം VSൻ്റെ മനസ്സിൽ ഇത് ആരോ പറഞ്ഞെന്നുള്ളത് VSൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് VS ഈ പൊതുയോഗത്തിലത് പറഞ്ഞത്. ഈ VS വളർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവായിരിക്കാമല്ലോ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ. അപ്പോൾ VS വളർത്തി എന്ന് പറഞ്ഞാൽ VSനെ കണ്ടുപഠിച്ച് ഒരു നേതാവായിരിക്കുമല്ലോ. പക്ഷെ ഒരു കാലഘട്ടത്തിന് ശേഷം പിണറായി വിജയനിലേക്ക് CPIM ഒതുങ്ങുന്നു. അത് കേന്ദ്ര കമ്മിറ്റി പോലും പോളിറ്റ് ബ്യൂറോ പോലും അത് പിണറായിയാണ്, തിരുവായ്ക്ക് എതിർവായി ഇല്ല എന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടിലേക്ക്. അത് ഈ പാർട്ടിക്ക്, തൊഴിലാളി വർഗ പാർട്ടിക്ക്, കേഡർ സംവിധാനത്തിലുള്ള പാർട്ടിക്ക് ഭൂഷണമാണോ എന്ന് സഹാക്കന്മാരാണ് തീരുമാനിക്കുന്നത്. പക്ഷെ അതിൽ VS അസ്വസ്ഥനും ദുഃഖിതനുമായിരുന്നില്ലേ? അത് ഈ നമ്മുടെ CPMലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും എപ്പോഴും 2 അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് AKGയുടെ കാലം തൊട്ടും അല്ലെങ്കിൽ EMSൻ്റെ കാലം തൊട്ടും 2 അഭിപ്രായങ്ങളുണ്ടാവും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. അല്ലാതെ ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ മറ്റ് ബൂർഷ്വാ പാർട്ടികളുടെ കൂട്ട് ഒരാൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നു അതങ്ങനെ പോകുന്നു എന്നുള്ളതല്ല. അപ്പോൾ ഈ 2 ആശയ സംഘർഷങ്ങൾ എന്നും ഉണ്ടാകും. അതിൽ ആർക്കാണോ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നത് അവരായിരിക്കും അതിൻ്റെ നേതാവായിട്ട് വരുന്നത്, അവരുടേതായിരിക്കും. പക്ഷേ ഈ പാർട്ടി നിയമാവലി അനുസരിച്ചിട്ട് ഈ ന്യൂനപക്ഷത്തിന് അല്ലെങ്കിൽ അതിനെതിരെ അഭിപ്രായമുള്ള ആളിന് ആ അഭിപ്രായം സൂക്ഷിക്കാനും അത് ക്യാമ്പയിൻ ചെയ്യാനും അതനുസരിച്ച് കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കാനുമുള്ള ഫ്രീഡം അതിനകത്തുണ്ട്. അപ്പോൾ ആ നിലയിൽ ഈ 2 ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. അതിൽ VSൻ്റെ ഒരു വെർഷൻ
പിണറായി സാഹിബിൻ്റെ വേറൊരു വെർഷൻ, അങ്ങനെ രണ്ട് വെർഷനായിട്ട് രണ്ട് രീതിയിൽ തന്നെ അവർ പോയിരുന്നു. പക്ഷേ അതൊരു പിന്നെ വ്യക്തി വൈരാഗ്യം അങ്ങനെയുള്ളതൊന്നും രീതിയിലല്ല, രണ്ട് ആദർശങ്ങളുടെ സംഘർഷം എന്നുള്ള നിലയിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സാറിന് അറിയാമല്ലോ, നമ്മൾ വി എസിനെ പറ്റിയിട്ട് എല്ലാവരും പറയുന്നുണ്ട്. വി എസ് ജയിക്കുമ്പോൾ പാർട്ടി അല്ലെങ്കിൽ മുന്നണി പരാജയപ്പെടും, മുന്നണി ജയിക്കുമ്പോൾ വി എസ് പരാജയപ്പെടും. മാരാരിക്കുളത്തെ വിഷയം തന്നെ സാറിന് അറിയാമല്ലോ. സ്വാഭാവികമായിട്ടും വി എസിനെ കാലുവാരിയതാണ് എന്ന തരത്തിലേക്ക് വലിയ തോതിലുള്ള ഒരു ഇത് വന്നു. ആ സമയത്തും വി എസ് അക്ഷോഭ്യനായിട്ട് അചഞ്ചലനായിട്ട് ജനകീയ വിഷയങ്ങളിലേക്ക് പോയി. അങ്ങനെയാണ് വി എസിന് പിന്നെ സീറ്റ് നിഷേധിക്കുന്നത്. പിണറായി സഖാവ് പാർട്ടി സെക്രട്ടറിയാണ്. അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിനും പറഞ്ഞു, ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഇരിക്കുമ്പോഴാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. മുഴുവൻ കേരളത്തിലെ സഖാക്കന്മാരും തെരുവിൽ ഇറങ്ങി അല്ലേ. മലപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി. 39ാമത്തെ മണ്ഡലമാണ് മലമ്പുഴ. 38-ൽ ആകെ ഞങ്ങൾ നോക്കുന്നു 39-ൽ ആരാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം കൂളായിട്ട് 39 മലമ്പുഴയിൽ സഖാവ് വി എസ് അച്യുതാനന്ദൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദിച്ചു, സഖാവ് ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ആരെ മുൻനിർത്തി ആയിരിക്കും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സഖാവ് വി എസ് ഉണ്ടല്ലോ, പിന്നെ മറ്റൊരു നേതാവില്ല. അത്തരത്തിൽ പാർട്ടിക്ക് വി എസിൻ്റെ ജനകീയത തിരിച്ചറിയാനായിട്ട് എന്താണ് ഇത്ര താമസം വന്നത്? അത് വി എസിൻ്റെ ഒരു ജനകീയത ഇപ്പം നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. ഇപ്പോൾ വി എസ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അഭൂതപൂർവമായ ഒരു ജനത്തിരക്ക്, അതേപോലെ തന്നെ വിശേഷിച്ച് ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര, അവർ ഇതിലേക്ക് പിന്നെ വന്നത് ആരുടെയും ഒരു പ്രേരണ കൊണ്ടല്ല. പൊതുവിലിപ്പോൾ രാഷ്ട്രീയത്തിൽ ചെറുപ്പക്കാരുടെ ഒരു ഇടപെടൽ കുറവാണ്. അത് എല്ലാ പാർട്ടിയിലും, കോൺഗ്രസ്സിലായാലും CPM-ലായാലും പൊതുവിൽ യുവാക്കൾ വരുന്നില്ല. ഈ യുവാക്കൾ വരാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവരൊരു സംശയമായിരുന്നു, എന്താണ് ഈ യുവാക്കൾ ഇങ്ങനെ വരാത്തത്. പക്ഷേ ഇദ്ദേഹം മരിച്ചപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരാണ്, അത് ആൺകുട്ടികളും പെൺകുട്ടികളും. അപ്പോൾ അത് വി എസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു മികവ് തന്നെയാണത്. അവരുടെ മനസ്സുമായി സംവദിക്കാൻ 102 വയസ്സുള്ള ഒരാളും 18 or 19 വയസ്സുള്ള ഒരാളിൻ്റെ മനസ്സിൽ 102 വയസ്സുകാരനൊരു സ്ഥാനമുണ്ടെങ്കിൽ ആ വി എസിനൊരു എൻ്റെ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലോ അദ്ദേഹം നടത്തി വന്ന സമരങ്ങളിലോ ഒക്കെ എന്തോ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഇവരിലേക്ക് അത് വന്നത്. വി എസിൻ്റെ അന്ത്യയാത്രയിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് സ്വാഭാവികമായിട്ടും മരിക്കുമ്പോൾ അവരുടെ എതിർ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ഒരു നേതാവിൻ്റെ ഫ്ലെക്സ് അടിച്ച് വെക്കുക എന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കോട്ടയം ജില്ലയിൽ തന്നെ ഒരു 5 or 6 സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിൽ മുൻ മുഖ്യമന്ത്രി സഖാവ് വി എസ് അച്യുതാനന്ദൻ ആദരാഞ്ജലികൾ. അപ്പം അത്രയ്ക്കൊരു എതിരാളികൾക്ക് പോലും ഒരു ബഹുമാനമുള്ള ഒരു നേതാവായി വി എസ് മാറി. അത് ആ ഒരു സ്പെഷ്യാലിറ്റി എന്തുകൊണ്ടാണ്? പക്ഷേ നേരെ മറിച്ച് ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോൾ CPIMകാർ ഇങ്ങനെ ഫ്ലെക്സ് വെച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ഈ വി എസിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഏത് രീതിയിലുള്ള ആളുകൾക്കും വി എസിൻ്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടമായിരുന്നു. ഏറ്റവും അവസാനം ഈ 5 വർഷം ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴേ ഈ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആളുകളുണ്ട്. അവർ കോടതിയിൽ പോവും, അല്ലെങ്കിൽ പോലീസിൽ പോവും. ഇതെല്ലാം കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊന്നും നടന്നില്ലെങ്കിൽ നമുക്ക് വി എസിനെ കാണാം. അങ്ങനെ വി എസിനെ കണ്ടാൽ അതിനൊരു പരിഹാരമുണ്ടാകും എന്നൊരു രീതി അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ അദ്ദേഹം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഇപ്പോൾ പല നേതാക്കന്മാരെ പറ്റി പറയാം, ഇന്നത് കൊടുത്തു അല്ലെങ്കിൽ ഇന്നത് ചെയ്തു കൊടുത്തു, ജോലി വാങ്ങിച്ചു കൊടുത്തു. ഈ ഒരു കാര്യവും വി എസിനെ പറ്റി പറയാനില്ല. അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്തതുകൊണ്ടോ ഒന്നുമല്ല. പൊതുവിൽ കേരളത്തിനും ഇന്ത്യക്കും വേണ്ടി എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് വി എസിനെ ഇത്രയും വലിയ ജനകീയനാക്കിയത്. അതിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തണ്ണീർത്തടത്തിൻ്റെ കാര്യമായാലും, അതേപോലെ തന്നെ വേറെ അദ്ദേഹം എടുത്തിട്ടുള്ള ഓരോ ഇഷ്യൂ,
ഇപ്പോൾ ലോട്ടറി കേസ് ആ കേസ് നിലവിൽ വരുമ്പോൾ അത് ഉള്ളപ്പോൾ ഈ സാന്റിയാഗോ മാർട്ടിൻ 1600 കോടി രൂപയാണ് ഇവിടെ ടാക്സ് കൊടുക്കാനുള്ളത്. കേരള ലോട്ടറി നിന്നു, അത് വിൽക്കാതില്ലായിരുന്നു. അപ്പോൾ അതേ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെ പിന്നെ അന്നത്തെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട്ടൊക്കെ ആലോചിച്ചപ്പം അത് പിന്നെ ഒരു കേന്ദ്ര നിയമമാണ്. ഈ കേന്ദ്ര നിയമത്തിൽ എവിടെ ലോട്ടറി, ഏത് സ്റ്റേറ്റിൽ ലോട്ടറി അടിച്ചാലും അത് മറ്റൊരു സ്റ്റേറ്റിൽ വിൽക്കാമെന്നാണ് നിയമം. അപ്പോൾ അതിങ്ങനെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ VS ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അത് കണ്ടമാനം ഇത് അടിക്കാനും കണക്കില്ലാതെ അടിക്കാനും അതങ്ങനെ വിൽക്കാനും നിയമം അനുവദിക്കുന്നുണ്ടോ? അപ്പോൾ അത് ഈ പറഞ്ഞ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചിന്തിപ്പിച്ചു. അങ്ങനെ പറ്റത്തില്ലല്ലോ. അതാണ് ആ കേസാണ് അത് കോടതിയിൽ വന്നപ്പം VSൻ്റെ ഈ വാദമാണ് വക്കീലന്മാരവിടെ ഉന്നയിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് കോടതി പറഞ്ഞത് എന്താണ്? ഇത് എത്ര ടിക്കറ്റ് അടിക്കുന്നു എന്നുള്ളതും ഏത് പ്രസ്സിൽ അടിക്കുന്നു എന്നുള്ളതും അത് എത്ര എണ്ണം വിറ്റു, എത്ര എണ്ണം, അതിൻ്റെ കണക്ക് അതാത് സർക്കാരുകളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ വിധിയായി. ഇപ്പോൾ ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെയുള്ള ലോട്ടറി വിൽക്കുന്നില്ല. അതിൽ ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 1600 കോടി. വേറൊരു രാജ്യത്ത് തന്നെയായിരുന്നു, ഭൂട്ടാൻ 1600 കോടി രൂപ പിന്നെ ഈ ഇതിൻ്റെ ടാക്സ് കൊടുക്കേണ്ടുന്ന ഒരാളിൻ്റെ ആസ്തി എത്ര ആയിരിക്കും? അപ്പോൾ അത് ഒരു ചെറിയ ഒരു ലീനിയൻസി കാണിച്ച് അന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പ്രതിഫലം? കണക്ക് എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള പിന്നെ ഇത് കിട്ടുമായിരുന്നു അതിന്. പക്ഷേ അതിൽ അങ്ങനെയുള്ള ഒരു രീതിയിൽ പോകുന്ന ഒരാളല്ലായിരുന്നു VS. അതാണ് ആ മനുഷ്യൻ്റെ പ്രത്യേകത. ഒരു രീതിയിലും അദ്ദേഹത്തിനെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. ശുപാർശ അദ്ദേഹത്തിന് പറ്റുകയില്ല. അദ്ദേഹം അത് ആകത്തില്ല. ഇപ്പോൾ ഈ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ കരാർ ഒപ്പിടാനായിട്ട് അദാനി ഇവിടെ വന്നു. അദാനി വന്ന് കരാറൊക്കെ ഒപ്പിടുന്നത് കഴിഞ്ഞിട്ട് കന്റോൺമെൻറ്റ് ഹൗസിൽ വന്ന് അദ്ദേഹത്തിനെ കാണാമെന്ന്. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പം എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ട് പോകാൻ എഴുന്നേറ്റപ്പോൾ VS പറഞ്ഞത് അദാനി വോൺ, കേരള ലോസ്റ്റ്. അദ്ദേഹം ഉദ്ദേശിച്ചത് അദാനിക്ക് വലിയ ലാഭമുണ്ടായി, കേരളത്തിന് വൻ നഷ്ടമുണ്ടായി. മുഖത്ത് നോക്കി പറഞ്ഞു. അദാനിയുടെ മുഖം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അയാളുടെ വെളുത്ത മുഖം അങ്ങ് ചുമന്നു. അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യവും ആ ഒരു ആർജവം, അത് ഈ ജനങ്ങളോടുള്ള സ്നേഹമാണ് അങ്ങനെ പറയിക്കുന്നത്. പക്ഷേ സാറേ, ഇപ്പോൾ നമ്മുടെ LDF സർക്കാർ ഏറ്റവും അധികം അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നൊരു പദ്ധതിയാണ് വിഴിഞ്ഞം. അതെ. ഈ കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ സ്ഥാപനത്തിൽ തുറമുഖ വകുപ്പിൻ്റെ ചുമതലയുള്ള വാസവൻ മിനിസ്റ്റർ എത്തിയപ്പോൾ അദ്ദേഹം വലിയ തോതിലാണ് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ പറ്റി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇനി അതിൻ്റെ 3ാം ഘട്ടം കൂടെ കഴിയുമ്പോഴത്തേക്ക് കേരളത്തിലെ ഒറ്റയൊരു ചെറുപ്പക്കാർ തൊഴിലില്ലാത്തവർ കാണത്തില്ല, എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം വിഴിഞ്ഞത്തുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ VSൻ്റെ മനസ്സിൽ അത് വലിയ താല്പര്യമില്ല, പദ്ധതി ആയിരുന്നില്ല അല്ലേ? അല്ല, അതിൽ ഈ നമ്മൾ ആ വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോഴേ നമുക്ക് വല്ലാർപാടത്തൊരു കണ്ടെയ്നർ ടെർമിനൽ അനുവദിച്ചു. അതെ, ഒരു പ്രയോജനമില്ല. വിഴിഞ്ഞം കിടക്കുമ്പോഴാണ്. അതെ, വിഴിഞ്ഞം ഇങ്ങനെ ഇവിടെ ഒരു വലിയ സാധ്യത ഇവിടെ കിടക്കുമ്പോൾ ഈ അന്ന് കോൺഗ്രസ് സർക്കാർ തന്നെയാണ്. ആ കോൺഗ്രസ് സർക്കാരിൻ്റെ നേതാക്കന്മാരെല്ലാം കൂടെ ഇത് പിന്നെ ഒരിക്കലും ഇവിടെ വരരുത്, കൊച്ചിയിൽ വരണം എന്നുള്ള അവരുടെ ഒരു താല്പര്യം, അല്ലെങ്കിൽ എന്താ അവർ പറയുന്നത്, അവരുടെ അമിതമായ ഒരു സ്നേഹം ഈ പിന്നെ കൊച്ചി അതിലേക്ക് പോകുന്ന അവിടെ തന്നെ ഇതുണ്ടാകണം. ഒരിക്കലും ലാഭകരമാകാത്ത, എപ്പോഴും ഡ്രഡ്ജ് ചെയ്യേണ്ടുന്ന, ഒരു രീതിയിലും ഒരു നിലയിൽ അവർക്ക് ചിലപ്പോൾ ലാഭം ഉണ്ടായി കാണും. അവർക്ക് ലാഭം ഉണ്ടായി കാണും. ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന ഈ പോർട്ട് ഇവിടെ കിടക്കുമ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത് അനുവദിച്ചത്.
അന്ന് തുടങ്ങിയതാണ്. UPA കൂടെ ഭരണ കേന്ദ്രത്തിൽ അന്ന് തൊട്ടേ ഈ വിഴിഞ്ഞം പ്രോജക്റ്റിനെതിരായിട്ടുള്ള ഒരു ലോബി വർക്ക് ചെയ്യുക. അതെ, ഞാൻ പിന്നെ ഈ സഭകളെയും തീരദേശ ജനതയൊക്കെ ഇളക്കി വിടുന്ന ഈ ലോബിങ് തന്നെ. അതെ, ലോബിങ് ആയിരുന്നു. ഇതൊരു പിന്നെ ലോകത്തിൽ ഇത്രയും വലിയ ഒരു സൗകര്യമുള്ള ഒരു നാച്ചുറൽ പോർട്ടില്ല. അതിപ്പോൾ എങ്ങനെ ചെയ്താലും അത് ഒരു കാലത്ത് നമുക്ക് ഗുണമായി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ അവരതൊക്കെ പറയുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാ ഗുണവും കേരളത്തിന് കിട്ടത്തക്ക രീതിയിൽ ഒരു ഇത് വന്നിട്ടില്ല. VS അച്യുതാനന്ദൻ്റെ സർക്കാരിൻ്റെ കാലത്താണ് ഇതിൻ്റെ ആദ്യത്തെ ബിഡ് നടക്കുന്നത്. ആ ബിഡിൽ അദാനി മാത്രമേ ഉണ്ടായിരുന്നു. അല്ലല്ല, ലാൻകോ കൊണ്ടപ്പള്ളി എന്ന് പറയുന്ന ഒരു കമ്പനിയും അവരുടെ കൂടെ 3 പിന്നെ ഫോറിൻ കമ്പനികളോട് ചേർന്നാണ് അവരത് ബിഡ് ചെയ്യുന്നത്. അത് നെഗറ്റീവ് ബിഡായിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ തരും, പക്ഷേ അത് പിന്നെ പല രീതിയിലുള്ള ഇതുള്ള കേസും ഒക്കെ കുടുങ്ങി അവർ വിട്ടിട്ട് പോയി. ഈ അദാനിയിലേക്ക് ഈ വിഴിഞ്ഞം പോർട്ടെത്താൻ അല്ലെങ്കിൽ തിരുവനന്തപുരം വിമാനത്താവളം എത്താൻ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ചില ആളുകൾ കൂടി സഹായിച്ചില്ലെങ്കിൽ അത് നടപടിയാകത്തില്ലല്ലോ സ്വാഭാവികമായിട്ടും. അതിൽ എയർപോർട്ടിൻ്റെ കാര്യത്തിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതുണ്ടായിരുന്നില്ല, അന്ന് തന്നെ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അന്നത്തെ ഇത് വിഴിഞ്ഞം കൊടുത്ത സർക്കാരിന് അതിൽ വലിയൊരു പങ്കുണ്ട്. അതും അദാനി അല്ലാതെ വേറൊരാൾ വന്നിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതിൻ്റെ അനുമതിയും കിട്ടത്തില്ല. അദാനിക്ക് കൊടുക്കാൻ വേണ്ടി പിന്നെ കേന്ദ്ര സർക്കാർ നിന്നു. അതിൻ്റെ കൂട്ടത്തിൽ അന്നത്തെ കേരള സർക്കാരും അതിൻ്റെ കൂടെ ചേർന്ന് നിന്നത് കൊണ്ടാണ് അദാനിക്കത് കിട്ടിയത്. അദാനിക്കൊരു 80 വർഷത്തേക്ക് ഇത് സ്വസ്ഥമായി അനുഭവിക്കാവുന്ന, ഇപ്പം തന്നെ അറിയാമല്ലോ, ഇപ്പം തന്നെ വലിയ ലാഭം ഉണ്ടാകുന്ന ഒരു സാധനം. ഇനി അതിൻ്റെ 2-3 സ്റ്റേജ് കൂടെ കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭവിഹിതമൊക്കെ അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കിട്ടൂ. സമാദരണീയനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വിടവാങ്ങി VSനോടുകൂടി. അപ്പം ചില ആളുകളൊക്കെ പറയുന്നത് ഈ VS മരിച്ചല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും VSനെ ഒന്ന് ഓർമ്മക്കുറിപ്പ് പങ്കുവെക്കണം. ഫേസ്ബുക്കിലൊക്കെ BJPക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ തെള്ളുന്നത് എങ്ങനെ, അവസാനത്തെ കമ്മ്യൂണിസ്റ്റും വിടവാങ്ങി. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ അവസാന ഒരു നേതാവൊന്നുമില്ല. അനിഷേധ്യനായ നേതാവുണ്ട്, അനശ്വരനായിട്ടുള്ള നേതാവുണ്ട്. സഖാവ് AKG പോയപ്പോൾ സഖാവ് EMS ഉണ്ടായിരുന്നു. സഖാവ് EMS പോയപ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്ക് P കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു. ചടയം ഗോവിന്ദൻ സഖാവ് വന്നു. അത് കഴിഞ്ഞിട്ട് സഖാവ് നയനാരുണ്ട്, VS ഉണ്ട്. അങ്ങനെ ഒരു പരമ്പര കിടക്കുന്ന ഒരു പാർട്ടിയല്ലേ ഇത്, രക്തസാക്ഷികളുടെ പാർട്ടിയല്ലേ. അപ്പോൾ ആ പാർട്ടിയിലെ അവസാന കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ രാഷ്ട്രീയ എതിരാളികൾ വെറുതെ പറയുന്നത്, അത് വെറുതെ പറയുന്നതാണ്. പക്ഷേ പിന്നെ ഈ നമ്മുടെ CPMനെ ഈ നിലയിലേക്ക് ഒരു ജനകീയമായി ഒരുപാട് പേരിലേക്ക് എത്തിക്കുന്നതിനും അതിൽ VSൻ്റെ പങ്ക് വളരെ വലുതാണ്. അതെ, സംശയമില്ല, വളരെ വലുതാണ്. അത് ഇനി വരാൻ പോകുന്ന നേതാക്കന്മാർക്ക് അതൊന്നും ഇല്ലെന്നൊന്നും പറയാനൊക്കത്തില്ല. ഇതൊരു കളക്റ്റീവ് ലീഡർഷിപ്പാണ്. അത് അനുസരിച്ച് അത് ഉണ്ടായി വരും. അല്ലെങ്കിലും ഓരോ കാലത്തിനും അനുസരിച്ചാണല്ലോ നേതാക്കന്മാർ വരുന്നത്. തീർച്ചയായും. ഇപ്പം പിന്നെ ഒരു EMSൻ്റെ കൂടെ ഒരാളിനെ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്നത്തെ സാഹചര്യത്തിൽ ഉയർന്നു വന്ന ഒരാൾ എന്നുള്ള അങ്ങനെയാണ് ഓരോരുത്തരുടെ. സഖാവ് VS ഈ ആലപ്പുഴ ജില്ലയിൽ പ്രധാനമായും വളർത്തിക്കൊണ്ടുവന്ന ചില നേതാക്കളുണ്ട്. ഒന്ന് സഖാവ് G സുധാകരൻ, ഒന്ന് ഞങ്ങളുടെ MLA കൂടിയായിട്ടുള്ള സഖാവ് സഹിച്ചെറിയാൻ. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന ആളുകളൊക്കെ ഇടക്കാലത്ത് VSനെ പാലം വലിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ സാറേ? അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ അത് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ചില വിഭാഗീയതകളും ഉൾപാർട്ടി സമരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പലരും പല വേദികളിലൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും VSനെ അഫക്റ്റ് ചെയ്തിട്ടില്ല ഒരിക്കലും. VS ഒരിക്കലും പാർട്ടി വിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല, അത് ഉറപ്പാണ് സാറേ. അതേപോലെ നമ്മുടെ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസമാണ് സഖാവ് TP ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് VS പോകുന്നു. VS പോയിട്ട് KK രമ ഇപ്പോഴത്തെ വടകര MLA ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു അത് ഭയങ്കരമായ രീതിയിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ചിത്രമായിരുന്നു. സഖാവ് TP വധത്തിൽ VSന് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. അതിൽ VS എന്ന് കണ്ടത് ഈ ബൈ ഇലക്ഷനാണോ പ്രധാനം, അതോ TP ചന്ദ്രശേഖരനെ കാണുന്നതാണോ പ്രധാനം എന്ന് VSനൊരു ഇതുണ്ടായി. അപ്പം അത് പിന്നെ VS അതിൽ വടകര പോകണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. സാറുണ്ടായിരുന്നു അപ്പോൾ? ഇല്ല, ഞാനില്ല.
അദ്ദേഹം അന്ന് കോഴിക്കോടോ പാലക്കാടോ കണ്ടാണ്. അവിടെ വെച്ചാണ് ഇവർ പറയുന്നത്. എന്നിട്ട് പോവുകയായിരുന്നു. TP വധക്കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്റ്റാഫുകളോട് എന്തെങ്കിലും VS? ഇല്ല, അങ്ങനെയുള്ള രാഷ്ട്രീയമൊന്നും പിന്നെ ഞങ്ങളോടാരും VS സംസാരിക്കാറില്ല. അങ്ങനെ ഉള്ള ഒരു പിന്നെ രാഷ്ട്രീയ ചർച്ചയ്ക്കൊന്നും ഞങ്ങൾ പാകമല്ലല്ലോ. അതെ അതെ, ഞങ്ങൾ അതിനു വേണ്ടി എത്തിയിട്ടില്ല. വഴക്ക് പറയാറുണ്ടായിരുന്നു സ്റ്റാഫുകളെ? അങ്ങനെ പിന്നെ മുഖമടച്ച് വഴക്ക് പറയുന്ന ഒരു രീതിയൊന്നും VSനില്ല. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വീഴ്ച വന്നാൽ കളിയാക്കും. അപ്പോൾ അത് നാടൻ ഭാഷയിൽ അത് പിന്നെ എന്നിട്ട് ആ മുഖഭാവം കാണുമ്പോൾ നമുക്കറിയാം നമ്മളെ അത് അങ്ങനെയാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ പിന്നെ ഒരു ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ മുഖം കാണുമ്പോൾ നമുക്കറിയാം. ഇപ്പം തന്നെ രാവിലെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു 11 മണിയാകുമ്പോഴാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം പത്രമൊക്കെ വായിച്ചിട്ട് അവിടെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മൾ ഈ പത്രമെല്ലാം വായിച്ചിട്ട് അന്നത്തെ എന്താണോ ഇഷ്യൂ എന്ന് നമ്മൾ പഠിച്ചിട്ട് ചെല്ലണം. അപ്പോൾ ഒന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു ഇതുപോലുള്ള ഒരു കൊല്ലുന്ന ചിരിയുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഒരു പത്രം ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ഇത് വായിക്കും. അങ്ങനെ ഉള്ള ഒരു ഇതാണ്. സാറേ, വളരെ പരിമിതമായിട്ടുള്ള വിദ്യാഭ്യാസം മാത്രമേ ഉള്ളായിരുന്നു സഖാവിന്. ഒരുപക്ഷെ P. കൃഷ്ണപിള്ള, സഖാവ് അനശ്വരനായ സഖാവ് P. കൃഷ്ണപിള്ള കണ്ടെത്തിയ ഒരു വിപ്ലവ നക്ഷത്രം. കുട്ടനാട്ടിൽ വന്ന് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി ഒളിവിൽ പോയി പൂഞ്ഞാറിൽ കോലപ്പൻ എന്ന മോഷ്ടാവിൻ്റെ കഥ അറിയാമല്ലോ. സഖാവ് VS പറഞ്ഞിട്ടുള്ളതാണ്. മരിച്ച് ജീവിച്ച് വന്നതാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാർ? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കോലപ്പൻ്റെ കാര്യവും ഈ കാലിനകത്ത് കുത്തിക്കയറ്റിയ കാര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അടിച്ചല്ലേ അന്ന് പോലീസ്? അതുപോലെ പിന്നെ ഇടിയൻ നാരാവുള്ളെന്ന് പറയുന്ന ഒരാൾ അയാൾ എടുത്തിട്ട് ഇടിച്ച കാര്യമൊക്കെ പറയാറുണ്ട്. പക്ഷേ ഏതോ ഒരു പോലീസുകാരനല്ലേ VSന്റെ മുമ്പിൽ വന്ന് സല്യൂട്ട് അടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്ന് VSനെ മർദ്ദിച്ച അവരോടൊന്നും ഒരു റിവഞ്ച് ഇല്ല. അങ്ങനൊന്നും ഒരു റിവഞ്ചൊന്നുമില്ല. പിന്നെ ഈ പഠനം എന്ന് പറയുന്നത് നമ്മൾ അക്കാഡമിക് ഇതല്ല. VS സ്വയം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു പിന്നെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരാൾ, ഒരു ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇതിൻ്റെ അംബാസഡർമാർ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ വന്നാൽ അവരോട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ VSന് കഴിയും. അവർക്ക് അതിൽ ഒരു പിന്നെ ഫ്ലുവൻ്റായിട്ടൊരു ഇംഗ്ലീഷുകാർ സംസാരിക്കുന്ന പോലോ അല്ലെങ്കിൽ ഒരു വലിയ വിദ്യാഭ്യാസമുള്ള ആൾ പറയുന്നത് പോലോ അല്ലെങ്കിലും അവർക്ക് കാര്യം മനസ്സിലാക്കത്തക്ക രീതിയിൽ VSന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷിലൊരു കാര്യം VS പറയുക, ഇങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ആ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിൽ അദ്ദേഹം ഉദ്ദേശിച്ച ഒരു പഞ്ച് കിട്ടിയില്ല എങ്കിൽ അതവിടെ അങ്ങനെ പോരാ. അത് വായിച്ച് കേൾക്കുമ്പോൾ അങ്ങനെ പോരാ എന്ന് പറയാനുള്ള പിന്നെ അറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭാഷ അതുപോലെ മലയാള ഭാഷയുടെ എന്ന് വെച്ചാൽ ഏറ്റവും നല്ല മലയാളം ഉപയോഗിച്ച ഒരാളല്ലേ? അതെ, തീർച്ചയായിട്ടും. ആ VS ഒരു പ്രസംഗ ശൈലി ഉണ്ടല്ലോ സാറ്, എത്ര ആയിരക്കണക്കിന് ആളുകളെ പിടിച്ചിരുത്താൻ നീട്ടിയും കുറുക്കിയുള്ള ആ ഒരു ശൈലി, സത്യം പറഞ്ഞാൽ അത് ഒരു എങ്ങനെയാ VS സ്വയമേ അതാണോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞു? അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രസംഗം എഴുതി കൊടുത്താലും നമ്മളെ പോയിൻറ്റ്സോ അല്ലെങ്കിൽ അത് നീട്ടിയോ എഴുതി കൊടുത്താലും അത് അതുപോലെ അല്ല VS അവതരിപ്പിക്കും. സ്വന്തം കയ്യിൽ നിന്നിടും. അതൊരു വട്ടം 2 വട്ടം വായിച്ചിട്ട് ഇത് നോക്കി വായിക്കുമ്പോൾ പോലും അതിനനുസരിച്ച് ഇത് മാറും. അതിനുള്ള ആക്ഷനും അതിൻ്റെ രീതികളും അത് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഓരോ പ്രത്യേക രീതികളുണ്ട് അദ്ദേഹത്തിന്. അതെല്ലാം അത് സ്വയം അതിലേക്ക് കലർത്തിയാണ് ആ പ്രസംഗത്തിന് വരുന്നത്. പ്രസംഗത്തിന് പോകുമ്പോൾ നമ്മൾ കാറിലുണ്ടെങ്കിൽ കാറിൽ നമ്മൾ ഇതിനോടിരുന്ന് സംസാരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ അടുക്കി വയ്ക്കും. എന്നിട്ടാണ് അത് പ്രസംഗിക്കുന്നത്. നമ്മളെ ഒരു 102 വയസ്സ് വരെ ഒരു അച്ഛനെ നോക്കുക എന്നുള്ള ഒരു അപൂർവ ഭാഗ്യം കിട്ടിയ ഒരു മകനാണ് ഡോക്ടർ അരുൺകുമാർ. നമുക്കറിയാം, അദ്ദേഹം ഒരു ലൈം ലൈറ്റിലൊന്നും വരാതെ
ഈ VS എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നേരത്തെ തിരുവനന്തപുരത്തുള്ളപ്പോൾ VS കുറേ നാൾ കവടിയാർ ഹൗസിലുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ രാവിലെ അവിടുന്ന് വെള്ളയമ്പലത്തു നിന്ന് നടന്ന് ഇങ്ങനെ ഓഫീസിലേക്ക് വരുമ്പം ഈ സഖാവ് മുകളിലിരുന്ന് വെയിൽ, ഈ ഇളം വെയിൽ, പ്രഭാത വെയിലൊക്കെ കായുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. അപ്പോഴും ഒരു നിഴൽ പോലെ അരുൺ ചേട്ടൻ അടുത്ത് ഉണ്ടായിരുന്നു. വലിയൊരു ബോണ്ട്, ഒരു വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നല്ലേ? വലിയ ഒരു അച്ഛനും മകനും വലിയ രണ്ട് മക്കളോടും VS ഭയങ്കരമായ പിന്നെ അടുപ്പവും സ്നേഹമുണ്ട്. അവരുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയുള്ള ആളായിരുന്നു. പക്ഷേ പിന്നെ ഒരിക്കലും അവർക്ക് വേണ്ടി VS ഒരു പിന്നെ ഇടപെടൽ നടത്തിയിട്ടില്ല. ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നിയമസഭയിലെ PC വിഷ്ണുനാഥ് ഒരു MLA ആയിരുന്നല്ലോ, ഒരു പിന്നെ ബഡ്ജറ്റ് പ്രസംഗത്തിനിടയ്ക്ക് ഒരു അലിഗേഷൻ വെച്ചു. അത് അരുൺകുമാറിനെ ICT അക്കാഡമിയിൽ ഡയറക്ടറായിട്ട് നിയമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ VS നിയമസഭയിലില്ല. സാധാരണ നിലയിൽ ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലോ ഒക്കെ ആളുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ആരും സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അപ്പം ഞാനത് VSൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ട്. VS പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, ഉച്ചയ്ക്ക് ഞാൻ വരുന്നുണ്ടെന്ന്. ഉച്ചയ്ക്ക് വന്ന് VSന് അന്ന് ഇപ്പം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. VS എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നുള്ള നിലയിൽ എഴുന്നേറ്റ് പറഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് നിയമസഭയിൽ എനിക്കെതിരെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകനെ ICT അക്കാഡമിയുടെ ഡയറക്ടറായിട്ട് നിയമിക്കാൻ ഞാൻ നിയമിച്ചു എന്നൊരു അലിഗേഷനുണ്ട്. അത് നിയമസഭാ കമ്മിറ്റിയെ വെച്ച് അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ പാർട്ടിക്കാരും എല്ലാവരും ഭയങ്കര വിഷമത്തിലായെന്ന് വെച്ചാൽ ഈ നിയമസഭാ കമ്മിറ്റിയിൽ എപ്പോഴും അവരാണ് ഭൂരിപക്ഷം. 7 പേര് അവരും 5 പേര് നമ്മളുമാണ്. അപ്പോൾ അവരങ്ങനെയുള്ള റിപ്പോർട്ട് എഴുതും. അത് അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഇത് ഇങ്ങനെയാണോ അഡ്വൈസ് ചെയ്യുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അഡ്വൈസ് ചെയ്തതല്ല, VS എടുത്ത തീരുമാനമാണ്. VS അത് അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. എന്നോട് സംസാരിച്ചിട്ടൊന്നുമല്ല പോയത്. അങ്ങനെ അതിൻ്റെ ഇത് ഒന്ന് VD സതീശനായിരുന്നു അതിൻ്റെ ചെയർമാൻ. എന്നിട്ട് അവർ അവസാനം അതിൻ്റെ റിപ്പോർട്ട് വന്നത് അദ്ദേഹം നിയമിച്ചിട്ടില്ല, പക്ഷെ നിയമിക്കാൻ ഒരു ശ്രമം നടത്തിയതായി അവർക്ക് അങ്ങനെ ഒരു ഇത് പറഞ്ഞാണ് അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നത്. പക്ഷെ അതിൽ ഒരു നമ്മളത് പരിശോധിച്ചാൽ ഈ ഇന്ത്യൻ പാർലമെൻ്ററി ചരിത്രത്തിലെ ഒരു അലിഗേഷൻ എഴുതി കൊടുത്ത അലിഗേഷനാണ് മിക്കവാറും അങ്ങനെ വരുന്നത്. അതുപോലല്ല തന്നെപ്പറ്റി ഒരു റെഫറൻസ് വന്നതിന് പാർലമെൻ്ററി കമ്മിറ്റിയെ വെച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവേ ഇന്ത്യയിലുള്ളൂ. അത്ര സുതാര്യമായിരുന്നു അതാണ് VS. അത് മറ്റേ നമ്മൾ ഈ തിരുവനന്തപുരത്തു നിന്ന് VSൻ്റെ ബോഡി അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ വെളുപ്പാങ്കാലത്ത് പല പാതിരാത്രിയിലൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ കാത്തിരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഒരു പക്ഷേ ഒരു നേതാവിനും ഇന്നേ വരെ കിട്ടാത്ത ഒരു ആദരവാണത്. അതിനകത്ത് BJPക്കാരുണ്ടാവാം, കോൺഗ്രസ്സുകാരുണ്ടാവും, എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും അത്രയധികം ജനങ്ങളോടുള്ള ഇഴയെടുപ്പം അത് VS എങ്ങനെ ഉണ്ടാക്കിയെടുത്തു പറയാം? ഒരു അലിഗേഷനും ഇല്ലല്ലോ VSനെതിരെ. VS ചെയ്ത ഇന്ന കാര്യം മോശമായി പോയി എന്ന് പറയാൻ ആർക്കും ഇല്ല. VS ചെയ്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാവർക്കും ഏത് സമരമായാലും ഏത് കാര്യത്തിലായാലും അങ്ങനെയുള്ള ഒരു രീതിയാണ് VSനുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെളുത്ത ജുബ്ബായിൽ ഒരു പൊട്ട അതിനകത്ത് വരുത്താൻ പറ്റിയിട്ടില്ല. ബാക്കിയുള്ള നേതാക്കന്മാരെ പറ്റിയൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള ഓരോ നേതാക്കന്മാരുണ്ടല്ലോ, അവരുടെയൊക്കെ കാര്യങ്ങളെപ്പറ്റി പിന്നെ ചിലപ്പോൾ ശരിയായിരിക്കാം, അല്ലെങ്കിൽ അത് അലിഗേഷനായിരിക്കാം, പലതും വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ആ നിലയിൽ വന്നിട്ടില്ല. സാറേ, പിന്നെ ഞാൻ ഈയിടെ VSൻ്റെ മരണത്തോടനുബന്ധിച്ച് ഒരു ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കുറിപ്പ് ഫേസ്ബുക്കിൽ വായി. സൂസൻ ജോർജ് അവരാണല്ലോ മറ്റേ സൂര്യനെല്ലി പെൺകുട്ടിക്ക് വേണ്ടി. അപ്പോൾ VS തൻ്റെ പെൻഷൻ കാശാണ് എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 1 ലക്ഷം രൂപ ഏതാണ്ട് കൊടുത്തെന്ന് പറഞ്ഞു. അതിൽ ആ ഒരു പോരാട്ടത്തിൽ VSൻ്റെ മനസ്സിലെ ആ പെൺകുട്ടിയുടെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടല്ലേ അദ്ദേഹം പോരാടിയത്. അത് ഈ പിന്നെ സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമങ്ങളിലൊന്നും ഒരു കാലത്തും VSന് സഹിക്കാൻ പറ്റുന്നതല്ല.
ഒരു കാലത്തും വി എസ് അത് അംഗീകരിക്കില്ല. നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴല്ലേ ഇദ്ദേഹത്തിന് നമ്മുടെ ഒരു നടനെ, പേര് ഞാൻ പറയുന്നില്ല, അവാർഡ് കൊടുത്തില്ലല്ലോ. അതെ അതെ, മനസ്സിലായി. അപ്പം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതുണ്ടെന്ന് ആലോചിക്കണം. ആ ഒരു ആർദ്രത, അങ്ങനെയുള്ള സ്ത്രീകളോട് അദ്ദേഹത്തിൻ്റെ ഒരു ആർദ്രത എത്രത്തോളം ഉണ്ട്, അത് ഒട്ടും ഇതുള്ളതല്ല. ഈ ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടി അതിൽ അതിൽ ഉയർച്ച താഴ്ചയുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കേസ് നടത്തുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം അതിന് വലിയ ഒരു സ്കോപ്പുണ്ടോ ഇനി കേസ് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ എന്നൊക്കെ ചോദിച്ചപ്പം VS എന്നോട് പറഞ്ഞൊരു കാര്യം, ബാബുരാജ് നമ്മുടെ സംഗീത സംവിധായകൻ, ബാബുരാജിൻ്റെ മകൻ നജ്മൽ ബാബുവിൻ്റെ 2 പെൺമക്കൾ ആത്മഹത്യ ചെയ്യാനിടയായി. അവർ ഓടി വരുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ ചാടുകയായിരുന്നു. അവർക്ക് ഈ പറഞ്ഞ ഇഷ്യൂവായിട്ട് അവരിൽ എങ്ങനെയോ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് VSൻ്റെ മനസ്സിലുള്ളത്. അല്ലാതെ അതിൻ്റെ അതിനകത്ത് എളമരം കരീമിൻ്റെ ഒരു റിലേറ്റീവോ വല്ലതും അങ്ങനെ അതൊന്നും കേട്ടിട്ടില്ല. അത് അത് ഇങ്ങനെ അവതരിപ്പിക്കുമ്പോണ്ടല്ലോ ആ മുഖം കാണണം. ഇതിങ്ങനെ വണ്ടി വരുന്നതിൻ്റെയൊക്കെ അങ്ങനെ മരിച്ച 2 കുട്ടികളുടെ അതാണ് VSനെ അത്രത്തോളം ആ കേസിൻ്റെ പുറകെ പോകാൻ പ്രേരിപ്പിച്ചത്. സാർ, അതേപോലെ ഒരു മനുഷ്യന് നമുക്കെല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് ആകാം, പക്ഷെ ഇത്ര ഉദാത്തമായിട്ടുള്ള അല്ലെങ്കിൽ ജനകീയനായി മാറുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആകാൻ എങ്ങനെ, അത് എന്താണ് VSനെ പറ്റി ആ ഒരു അഭിപ്രായമുള്ളത്? VS നഖം തൊട്ട് മുടി വരെ കമ്മ്യൂണിസ്റ്റായിരുന്നു. ഒരു കാര്യത്തിലും അതിനകത്തൊരു വിട്ടുവീഴ്ചയും അതില്ല. ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒക്കെ അതിൽ അദ്ദേഹത്തിന് എപ്പോഴും നയിച്ചിരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണ്. അത് വെച്ചിട്ട് ആരോടും എടുക്കും. അപ്പം അതിന് എതിരായി വരുന്നവരോട് വളരെ ഹാർഷായിട്ട് ചിലപ്പോൾ പ്രതികരിക്കും. പക്ഷേ അവരോടൊന്നും VSന് വലിയ ഒരു സ്ഥിരമായ വൈരാഗ്യമൊന്നും ഉള്ള ആളല്ല. പക്ഷേ അവർ ചെയ്ത പ്രവൃത്തി VS അംഗീകരിക്കുകയില്ല. അങ്ങനെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ സ്വഭാവ രീതിയുമാണ് അദ്ദേഹത്തിന്. ഒരരുതായ്മയും VSനില്ല. എവിടെ അനീതി കണ്ടാലും പ്രതികരിക്കും. അത് ഇനി പാർട്ടിയിൽ നടക്കുന്നതായാലും പാർട്ടിയിലുള്ള ഒരാളുടെ കേസിലായാലും VS വിട്ടുവീഴ്ചയൊന്നും ചെയ്യത്തില്ല. ഈ ഒരു നൂറ്റാണ്ട് നമ്മൾ ഒരു പക്ഷേ ഞാനോ സാറോ ഒന്നും തന്നെ അത്രയും ഓടാൻ സാധ്യതയില്ല. VSൻ്റെ ഇത്ര അടിയും മർദ്ദനമൊക്കെ കൊണ്ട ഒരു മനുഷ്യൻ ചിട്ടയായ ജീവിതക്രമം കൊണ്ട്, ജീവിത രീതി കൊണ്ട്, അങ്ങ് മുമ്പേ പറഞ്ഞ പോലത്തെ ആഹാര രീതികളൊക്കെ കൊണ്ട് ഈ 102 വയസ്സ് വരെ നമ്മളെ കൊതിപ്പിച്ചു. അതെ, ജീവിച്ച് കൊതിപ്പിച്ചു എന്ന് പറയാം. സഖാവിനെ എത്രത്തോളം കെയറിങ് വസുമതി ടീച്ചർ ചെയ്ത് കാണുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം അവരുടെ എല്ലാ ഒരു കുടുംബപരമായിട്ട് നിങ്ങളെല്ലാ സ്റ്റാഫുകളും അദ്ദേഹത്തിന് ഒരു കുടുംബം പോലെയാണല്ലോ. അപ്പം നമ്മുടെ കുടുംബമായിട്ടൊക്കെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണ് VSന്? കുടുംബമായിട്ട് അവരുടെ വലിയ തിക്ക് ഫ്രണ്ട്ഷിപ്പ് അതാണ് അവരുടെ. അപ്പം VSന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവരെല്ലാവരും ചെയ്തു കൊടുക്കും. നിങ്ങൾ സ്റ്റാഫുകളുടെ കുടുംബമായിട്ടൊക്കെ എങ്ങനെയാണ്? അവർ നമ്മളുടെ കാര്യം, എൻ്റെ മകൻ്റെ വിവാഹത്തിന് VS ഏതാണ്ട് 1 മണിക്കൂറോളം അവിടെ ഉണ്ടായിരുന്നു. VS കല്യാണത്തിനൊക്കെ പോയാൽ പോവുകയല്ലേ. ഇത് അവിടെ ഇരുന്ന കല്യാണം നടന്ന് അവൻ്റെ കൈ പിടിച്ച് കൊടുക്കുന്നിടം വരെയുള്ള മകൻ്റെ കൈ പിടിച്ച് കൊടുത്തത് VS ആണ്. അതുവരെ VS അവിടെ ഇരുന്നു. അങ്ങനെ അങ്ങനൊരു സ്നേഹമുള്ള, ഏറ്റവും ഉദാത്തമായ സ്നേഹമുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വിടവാങ്ങിയപ്പോൾ അങ്ങ് എവിടെയായിരുന്നു? അവസാനം വരെ ഉണ്ടായിരുന്നു. വലിയ ചുടുകാട്ട് വരെ ഉണ്ടായിരുന്നല്ലേ? ഒരുപക്ഷെ സാറേ, ഇത്രയും നേരം സഖാവ് VS എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ പറ്റിയിട്ട്
ഏറ്റവും അടുത്ത് അറിഞ്ഞ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അങ്ങ് ഞങ്ങളോട് ഓർമ്മ പങ്കുവച്ചു. ഒറ്റ കാര്യം കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഒരു VS-ന് എന്തെങ്കിലും തരത്തിൽ ഒരു കുറവ് എന്ന് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ? അല്ല, VS ഇതുകൂടെ ചെയ്യണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ പ്രവർത്തനത്തിലാണ്? അത് അങ്ങനെ ഒരു അസസ് ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്കില്ല. ഇങ്ങനെ പറയാനും എനിക്ക് പറ്റത്തില്ല. കാരണം എത്രയോ ഉയർന്ന ഒരു മനുഷ്യനാണത്. അതിൻ്റെ നമ്മൾ എങ്ങനെയാണ് അതിനെ അസസ് ചെയ്യുന്നത്? അത്രയും ഒരു ആളിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ നമ്മളൊക്കെ പാടുപെടുകയാണ്. ഈ പ്രായത്തിലും നമ്മൾ കാണുമ്പോൾ 99, 98, 96 ഇങ്ങനെയുള്ള റേഞ്ചിൽ കാണുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ അതേ രീതിയിൽ പ്രവർത്തിച്ച് പോകുന്നതിന് നമ്മൾ പാടുപെടും. ശരി. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു പിന്നെ VS ഇരിക്കുന്ന മേശപ്പുറം എന്ന് പറയുന്നത് കുറേയധികം പുസ്തകങ്ങൾ ഇങ്ങനെ എടുക്കി വെച്ചിരിക്കും. ഇതൊക്കെ വായിക്കുന്നതാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരാളൊരു പെറ്റീഷൻ കൊണ്ട് കൊടുത്തു, ഇതിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒന്ന് വായിച്ചിട്ട് അത് എവിടെയെങ്കിലും വയ്ക്കും. പിന്നെ നമ്മളത് മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. അത് അതിൻ്റെ ഇവിടെയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് ആവശ്യമായിട്ട് വരുമ്പോൾ ചോദിച്ചാൽ ഞങ്ങളവിടെ തപ്പി നോക്കിയിട്ടുണ്ട്, ഇദ്ദേഹം ഇല്ലാതെ കണ്ടിട്ടില്ല. അത് അവിടുന്ന് എവിടെന്നെങ്കിലും എടുത്തു തരും. അത്ര ഓർമ്മശക്തി അതിനടുത്ത് വെച്ചിരിക്കുന്നുവെന്നും ഇന്ന പുസ്തകത്തിൻ്റെ ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നതെന്നും ഒക്കെ അറിയാം. അതിലൊരു സാധനം മാറ്റിയാൽ കണ്ടുപിടിക്കും. ഒറ്റ ഒരു സാധനം അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ചലിച്ചാൽ അത് VS-ന് മനസ്സിലാവും. വളരെ നന്ദി സാറേ, ഇത്രയും നേരം VS-ൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചത്.